ഹലോ, ട്വിൻ ഫ്ലെയിംസിൻ്റെ യൂണിയൻ എന്നത് മാരേജ് ആണോ? ഈ ഒരു ഡൗട്ട് ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കുമല്ലേ. നോക്കാം. ഏതോ ജന്മത്തിൽ ഒരാത്മാവ് രണ്ടായി വേർപെട്ട് രണ്ട് ശരീരങ്ങളിൽ ഭൂമിയിലെ രണ്ടിടങ്ങളിലായി ജീവിച്ചു മരിച്ച് രണ്ടാളും വീണ്ടും ഒരുപാട് ജന്മങ്ങളെടുത്ത ശേഷം ഒരു ജന്മത്തിൽ രണ്ടാത്മാക്കളും കണ്ടുമുട്ടുന്നു. രണ്ടാത്മാക്കളും അതിലെ അഴുക്കുകളെല്ലാം മാറ്റി ശുദ്ധ ആത്മാക്കളായി വീണ്ടും ഒന്നു ചേരുന്നു. ഈ ഒരു പ്രോസസ്സാണ് ട്വിൻ സോൾസിൻ്റെ യൂണിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആ ദിവ്യ ആത്മാവുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ മാത്രമാണ് ഹാർമോണിയസ് യൂണിയൻ, വെറും ശരീരങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലല്ല. ഇനി എന്താണ് മാരേജ്? ഭൂമിയിൽ രണ്ടിടങ്ങളിലായി ജീവിച്ച് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന രണ്ട് മനുഷ്യർ ജീവിതാവസാനം വരെയുള്ള കൂട്ടിനു വേണ്ടി ഒരു താലിച്ചരടിൻ്റെ ബന്ധനത്തിലൂടെ ബന്ധുമിത്രാദികളുടെയും മറ്റുള്ളവരുടെയും അനുഗ്രഹത്തോടെ ഒന്നാകുന്ന, അല്ലെങ്കിൽ രണ്ടാളും സ്വയം തീരുമാനിച്ച് സ്വയം ഒന്നാകുന്ന പ്രതിഭാസമാണ് മാരേജ്. രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം ശരീരങ്ങൾ മരണപ്പെടുന്നതോടുകൂടി ഈ ഭൂമിയിൽ അവസാനിക്കുന്നു. പക്ഷേ ആത്മാവുകൾ തമ്മിലുള്ള ബന്ധമോ, ഏതൊക്കെ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ എത്ര ജന്മങ്ങൾ എടുത്താലും ആ ബന്ധം ദിവ്യമായി അങ്ങനെ തന്നെ തുടരും. ഓക്കെ, അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. രണ്ടായി വേർപെട്ട് രണ്ട് ശരീരങ്ങളായി ഭൂമിയിലെത്തിയ ആത്മാക്കൾക്ക് എപ്പോഴും ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടായിരിക്കും. ഇനി വരുന്ന ഏതോ ജന്മത്തിൽ അവർക്ക് മീറ്റ് ചെയ്യാനുള്ളതാണ്. എന്നാലും മീറ്റ് ചെയ്യുന്നതിന് മുന്നേ വരെയും അവരുടെ ഉള്ളിൽ ആ ഒരു മിസ്സിംഗ് ഫീൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മറ്റുള്ളവരോടൊപ്പം ഒരു മിസ്സിംഗ് ഫീലുമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു മിസ്സിംഗ് ഫീൽ എന്ന് ആ ശരീരങ്ങൾക്ക് അറിയില്ല. പക്ഷേ ആ ആത്മാവുകൾക്ക് അറിയാം തൻ്റെ മറുപാതിയാണ് മിസ് ചെയ്യുന്നതെന്ന് അവർക്ക് ആത്മാവുകൾക്കറിയാം. പക്ഷേ ഈ ജന്മത്തിൽ അവർ കണ്ടുമുട്ടിക്കഴിഞ്ഞാലോ പിന്നെ പറയണോ? അവർ ജീവിക്കുന്നത് സോൾമേറ്റ്സിൻ്റെ കൂടെയോ കാർമിക്സിൻ്റെ കൂടെയോ ഒക്കെ ആയിക്കോട്ടെ, അവർക്ക് തമ്മിൽ കൂടിച്ചേരാനുള്ള, അതായത് DM-നും DF-നും തമ്മിൽ മീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യമാണ് പറയുന്നത്. അവർക്ക് കൂടിച്ചേരാനുള്ള ടെൻഡൻസി മാത്രമായിരിക്കും, പക്ഷേ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ജന്മാന്തരങ്ങളായിട്ടുള്ള അവരുടെ ആത്മബന്ധം തുടർന്നു പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യനുണ്ടാക്കി വെച്ച മാരേജ് എന്ന കൺസെപ്റ്റിനേക്കാളും എത്രയോ മുകളിലാണ് രണ്ടാത്മാക്കളുടെ യൂണിയൻ എന്നത്, അല്ലേ? ഈ രണ്ടാത്മാക്കളും മീൻസ് DM-ഉം DF-ഉം ഓൾറെഡി മാരീഡ് ആണ്. അവർ സ്പിരിച്വൽ പാർട്ട്നേഴ്സ് ആണ്. വേർപെടുന്നതിന് മുൻപ് അവർ ഒന്നായിരുന്നല്ലോ. അപ്പോൾ ഇനിയും എന്തിനാണ് അവർ വിവാഹം കഴിക്കുന്നത്? യൂണിയനിലായി കഴിഞ്ഞാൽ DM-നും DF-നും തോന്നുകയില്ല വിവാഹം കഴിക്കണം, കുട്ടികളോടൊപ്പം ജീവിക്കണം, ഇങ്ങനെ തോന്നുകയില്ല. ജന്മാന്തരങ്ങളായുള്ള ഒരു സൗന്ദര്യപ്പിണക്കത്തിന് ശേഷം അവർ വീണ്ടും ഒന്നിച്ചതാണ് യൂണിയൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, ട്വിൻ ഫ്ലെയിംസിൻ്റെ യൂണിയൻ എന്നത് മാരേജ് ആണോ?